അങ്ങനെ നമ്മുടെ മഞ്ഞുമ്മൽ ബോയ്സ് എവർഗ്രീൻ സൂപ്പർ ഹിറ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന മഞ്ഞുമ്മൽ ബോയ്സ് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ലച്ചുവോട് വന്നിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ലച്ചുവിൻ്റെ കുറച്ച് നാളായിട്ട് പറയുന്നൊരു ആഗ്രഹമാണ് മഞ്ഞുമ്മൽ ബോയ്സ് കാണണം എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ പോപ്കോണൊക്കെ മേടിച്ച് ചെറിയ ജ്യൂസൊക്കെ സെറ്റപ്പൊക്കെ മേടിച്ചിട്ട് ഞങ്ങളിങ്ങനെ മൂവിക്ക് കയറാനുള്ള തയ്യാറെടുപ്പിലാണ്. എന്തായാലും ലച്ചു നല്ല ഹാപ്പി ആട്ടോ. കുറച്ച് നാളുകൾക്ക് ശേഷമാണ് ഞങ്ങളൊരു സെക്കൻഡ് ഷോയ്ക്കൊക്കെ പോകുന്നത്. ഞാനും ലച്ചു മാത്രമേ ഉള്ളൂ. നൈറ്റ് ആയതുകൊണ്ട് ഫാമിലിയെ കൂട്ടിയിട്ടില്ല. അപ്പോൾ ഞങ്ങളിങ്ങനെ രണ്ടുപേരോടെ മഞ്ഞുമ്മൽ ബോയ്സ് കാണാൻ വേണ്ടി വെയിറ്റിങ്ങിലാണ്. തൊടുപുഴയുള്ള തിയേറ്ററിലാണ് പോയിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ സ്ക്രീനിലേക്ക് കയറാനുള്ള എൻട്രിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. എന്തായാലും നല്ല എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെയാണ് പുള്ളിക്കാരിക്ക്. ഞാൻ ഓൾറെഡി ഒരു പ്രാവശ്യം കണ്ടതാണ്. അപ്പോൾ ലച്ചിന് വേണ്ടി ഒന്നുകൂടെ കാണാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും അടിപൊളിയായിട്ട് തിയേറ്ററിനുള്ളിലേക്ക് കയറി. അപ്പോൾ അവിടെ സീറ്റൊക്കെ തപ്പി ഇങ്ങനെ ലച്ച് നടക്കുകയാണ്. അവസാനം സീറ്റൊക്കെ ഇങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്തെടുത്തിട്ടുണ്ട്. സീറ്റിലൊക്കെ ഇരുന്ന് ഓക്കെ. അപ്പോൾ നമ്മൾ വന്നപ്പോൾ സീറ്റൊക്കെ ഓക്കെ ആയി കിട്ടി. അപ്പോൾ എന്തായാലും വെയിറ്റിങ്ങിനാണ്, പടം തുടങ്ങാനുള്ള കട്ട വെയിറ്റിങ്ങാണ് മഞ്ഞുമ്മൽ ബോയ്സ്. തൊപ്പി ഉണ്ടെന്നിട്ടുണ്ട് കേട്ടോ. എനിക്ക് ചുമയാണ്. തൊപ്പിയൊക്കെ വെച്ച് സുന്ദരിയായിട്ടിരിക്കുന്നു. അങ്ങനെ സിനിമയെ കണ്ടു, അടിപൊളിയായി. ലച്ചിനും ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്തായാലും ഞങ്ങൾ അടുത്ത വ്ലോഗുമായി വരുന്നവരെ ബൈ.